കോളേജ് വിദ്യാർത്ഥിനി കാറടിച്ച് കൊലപ്പെടുത്തി ആ പ്രതി ഇപ്പോഴും കാണാമറയത്താണ്. എന്തുകൊണ്ടാണ് പിടികൂടുന്നത്? ആ കുട്ടിയുടെ കുട്ടി പാർട്ട് ടൈം ജോലിയൊക്കെ എടുത്തിട്ടാണ് അതിൻ്റെ പഠിത്ത കാര്യങ്ങൾ പോലും നോക്കിക്കൊണ്ടിരുന്നത്. അപ്പം കഴിഞ്ഞ ദിവസം വീട്ടുകാർ ചോദിക്കുന്നുണ്ട്, അതായത് ഞങ്ങൾ പാവപ്പെട്ടവരായതുകൊണ്ടാണോ ഈ പ്രതിയെ പിടികൂടാത്തത്? അത് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ് കൃഷ്ണരാജ്. യെസ്, ആ വാർത്തയിലേക്ക് നമുക്ക് പോകാം. ജസ്ലിയയെ കാറിടിച്ച് കൊലപ്പെടുത്തിയ യുവ ഡോക്ടറെ പിടികൂടാതെ പോലീസ്. പ്രതി യുവ ഡോക്ടർ സിറിയക് ജോർജ് 6-ാം ദിവസവും ഒളിവിലാണ്. അപകടം നടന്നത് മുതൽ പോലീസ് അന്വേഷണത്തിൽ വലിയ വീഴ്ചയാണ് ഉണ്ടായത്. അതിനിടെ ഒളിവിലുള്ള പ്രതി മുൻകൂർ ജാമ്യാപേക്ഷ ഫയൽ ചെയ്തു. വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പനൊപ്പം ചേരുന്നു. മിഥുൻ, എന്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ? ഫെബ്രുവരി 28-നാണ് അങ്കമാലിയിൽ വെച്ച് വൈപ്പിൻ സ്വദേശിയായിട്ടുള്ള ജസ്ലിയെ കാറിടിച്ച് തെറിപ്പിച്ചത്. ഇപ്പോൾ 6 ദിവസം പിന്നിട്ട് കഴിഞ്ഞു. ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയവേ മാർച്ച് 3-ന് മസ്തിഷ്ക മരണം സംഭവിക്കുകയും ചെയ്തു. പിന്നീട് ആന്തരികാവയവങ്ങൾ ദാനം ചെയ്തതൊക്കെ വലിയ രീതിയിൽ വാർത്തയിലുണ്ടായിരുന്നു. പക്ഷേ ഇത് സംബന്ധിച്ച് ഈ പ്രതിയെ ഇതുവരെ കിട്ടാനായിട്ടില്ല എന്നുള്ളതാണ്. വാഹനം ഓടിച്ചത് യുവ ഡോക്ടറായിട്ടുള്ള ഒരു സിറിയക് ജോർജ് ആണ് എന്ന് കണ്ടെത്തിയത്. ഇയാളുടെ ഒരു പൊടി പോലും ഇതുവരെ കണ്ടെത്തിയില്ല എന്നുള്ളതാണ്. അപകടശേഷം ഈ കാർ നിർത്താതെ പോയ ഡോക്ടർ സിറിയക് ജോർജ് പിന്നീട് 2 ദിവസത്തിന് ശേഷം ആ കാർ കണ്ടെത്തിയത് ആലപ്പുഴ ജില്ലയിൽ നിന്നാണ് കാർ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. അതിനുശേഷം ഇതുവരെ ആദ്യഘട്ടം മുതൽ തന്നെ പോലീസ് ഈ വിഷയത്തിൽ നടത്തിയത് തീർത്തും അലംഭാവപൂർവ്വമുള്ള സമീപനമാണ് എന്നുള്ളതാണ് ഇപ്പോൾ ബന്ധുക്കളടക്കം കഴിഞ്ഞ ദിവസം ആരോപിച്ചത്. കാരണം ഈ ആദ്യഘട്ടത്തിൽ തന്നെ ഈ പ്രതിക്ക് തുറന്നുള്ള രീതിയിലുള്ള സമീപനം സ്വീകരിച്ചു. ബന്ധുക്കളെ പല ഘട്ടത്തിലും സഹായിക്കാത്ത തരത്തിൽ നിസ്സംഗതയോടെയാണ് പോലീസ് പെരുമാറിയത്. ഈ CCTV അടക്കമുള്ള ദൃശ്യങ്ങൾ ഉണ്ടായിട്ടും പ്രതി ആരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും ഇത്രയും വൈകിയത്, ഈ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇത്രയും വൈകിയത് എന്താണ് എന്നുള്ളതാണ്. കോട്ടയം സ്വദേശിയാണ് പ്രതിയായിട്ടുള്ള സിറിയക് ജോർജ്. കോട്ടയത്തെ ഇയാളുടെ വീട്ടിൽ ചെന്നപ്പോൾ വീട് അടച്ചിട്ട നിലയിലാണ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇടുക്കിയിലും ഇരിട്ടിയിലുള്ള ഇയാളുടെ ബന്ധുവീടുകളിലും അന്വേഷണം നടത്തിയിരുന്നു. പക്ഷേ ഇയാളെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതേസമയമാണ് ഇയാൾക്കെതിരെ ഇന്നലെ മാത്രമാണ് ഒരു ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത് എന്നുള്ളതാണ്. അതായത് സംഭവം നടന്നത് 5-ാം ദിവസമാണ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത്. ഇതിനോടകം തന്നെ രാജ്യം വിടാനുള്ള ഒരു സാഹചര്യം ഒക്കെ എല്ലാം ഉണ്ടായിരുന്നു. ഈ രാജ്യം വിടാതിരിക്കാൻ വേണ്ടിയാണ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. പക്ഷേ ഇത്തരത്തിൽ ബന്ധുക്കൾ ആരോപിക്കുന്ന തരത്തിലുള്ള വീഴ്ച വരുത്തിയെന്നുള്ള ആരോപണം പോലീസ് നിഷേധിക്കുകയാണ്. ആലുവ 4 പോലീസ് സംഘങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് വിഭജിച്ചുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു അന്വേഷണം നടക്കുന്നത്. 4 ടീമായി കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം നടക്കുന്നു. വൈകാതെ പ്രതി പിടികൂടാനാകുമെന്നുള്ള കാര്യമാണ് പോലീസ് പറയുന്നത്. പക്ഷേ ബന്ധുക്കൾ വലിയ രീതിയിലുള്ള ആശങ്ക തന്നെയാണ് പ്രകടിപ്പിക്കുന്നത്. 6 ദിവസമായിട്ടും പ്രതിയെ പിടികൂടാനായിട്ടില്ല. പ്രധാനമായ മറ്റൊരു കാര്യം, ഈ സമയത്ത് വാഹനം ഓടിച്ചിരുന്ന സിറിയക് ജോർജ് മദ്യപിച്ചിരുന്നോ എന്നൊരു സംശയമുണ്ട്. പക്ഷേ ഇയാൾ ഡോക്ടറാണ്. ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞ് ഇനി മദ്യപിച്ചിരുന്നു എന്ന് കണ്ടെത്താനും രക്തപരിശോധനയിലൊന്നും കഴിയില്ല. ഇതിലെല്ലാം പോലീസിന്റെ നിസ്സംഗതയാണ് ഇത്തരം സാഹചര്യങ്ങളിലേക്കെല്ലാം എത്തിയതെന്നും പ്രതിയെ രക്ഷപ്പെടാൻ അവസരമൊരുക്കിയത് എന്നതാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. വലിയ രീതിയിലുള്ള അലംഭാവത്തിൽ ഉണ്ടായി എന്നുള്ള ആരോപണം നിലനിൽക്കുന്നു. പ്രതി 6-ാം ദിവസമായിട്ടും പോലീസിനെ പിടികൊടുത്തിട്ടില്ല, ഒളിവിൽ തന്നെയാണ്. അതിനിടെയാണ് കോട്ടയം സെഷൻസ് കോടതിയിൽ ഇയാൾ മുൻകൂർ ജാമ്യ ഹർജിയും നൽകിയിരിക്കുന്നത്. ശരി മിഥുൻ, വിവരങ്ങൾ വ്യക്തമാണ്. എന്തായാലും ആ യുവ ഡോക്ടറെ ഇതുവരെയും പിടികൂടാനാകുന്നില്ല. ഒരുപാട് കീർത്തി കേട്ട കേരള പോലീസാണ്. ആ കേരള പോലീസിന് CCTV ദൃശ്യങ്ങളടക്കം കൺമുന്നിൽ ഉണ്ടായിട്ടും ആ കാർ സഞ്ചരിച്ച ദിശ അടക്കം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ആ യുവ ഡോക്ടറിലേക്ക് എത്താനായാലോ? സമൂഹത്തിലെ ഉന്നത സ്വാധീനം തന്നെയാണ് ഇത്തരമുള്ള പ്രതികളെ സംരക്ഷിക്കാൻ കാവൽ നിൽക്കുന്ന പോലീസുകാരെ പറയാതിരിക്കാൻ പറ്റില്ല. പക്ഷെ ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ ജീവനാണ് പൊളിഞ്ഞിരിക്കുന്നത്. അതിനാരാണ് ഉത്തരം പറയേണ്ടത്?